KSRTCയിലെ ബ്രത്ത് അനലൈസർ മെഷീൻ തകരാറിലെന്ന റിപ്പോർട്ടർ വാർത്ത ശരിവച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. മെഷീൻ തകരാറ് മൂലമാണ് ഇപ്പോൾ പരിശോധന നടക്കാത്തത്. ബൂത്തില്ല. തകരാർ പരിഹരിച്ച പരിശോധന വീണ്ടും തുടങ്ങുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. ചില സ്ഥലത്ത് മെഷീന് ചില തകരാറുണ്ട്. ഈ മെഷീൻ ഒരു 6 മാസത്തിൽ ഒരിക്കലും 3 മാസത്തിൽ കാലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ വാങ്ങിയ കമ്പനി കൊടുത്ത് അവർ കാലിബ്രേറ്റ് ചെയ്യണം. അതിൻ്റെ പ്രശ്നമുണ്ട്. അല്ലാതെ പരിശോധന നടക്കുന്നത് കൊണ്ടും മദ്യം അനുവദിക്കാത്തത് കൊണ്ടുമാണ് ഈ നേട്ടം ഉണ്ടായത്. ഇനിയിപ്പോൾ പരിശീലനത്തിൽ വിടുന്നുണ്ട്. ഡ്രൈവർമാരെ എല്ലാം നാമക്കല്ലിലേക്ക് പരിശീലനത്തിൽ വിടുന്നു. ക്ലറിക്കൽ സ്റ്റാഫിനെ മുഴുവൻ കമ്പ്യൂട്ടറാണ്. KSRTC മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്തു. പിന്നെ കമ്പ്യൂട്ടർ അറിയാതെ ഒരാൾക്ക് KSRTC ജോലി ചെയ്യാൻ പറ്റത്തില്ല. കണ്ടക്ടർമാർക്ക് ഇവിടെ പോലീസ് ട്രെയിനിങ് കോളേജ് കേന്ദ്രീകരിച്ച് ബിഹേവിയർ പാറ്റേൺ, പിന്നെ ടിക്കറ്റ് മെഷീൻ്റെ ഉപയോഗം, പുതിയ ടെക്നോളജി എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈ പുതിയ കാർഡിൻ്റെ ഉപയോഗം ഇതെല്ലാം പഠിപ്പിക്കുന്നു. അഷിഡിയാഗോ ഉണ്ട്. അഷിഡിയാഗോ ഇപ്പോൾ ഊതിപ്പിക്കലില്ലെന്ന് തോന്നുന്നു അല്ലേ? കാരണം മെഷീൻ തകരാറിലാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ തന്നെ. മാത്രമല്ല ആദ്യഘട്ടത്തിലൊക്കെ ഈ ഹോമിയോ മരുന്നൊക്കെ കഴിച്ചു വരുന്നവരുടെയൊക്കെ ശ്വാസം ആൽക്കഹോൾ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഈ മെഷീൻ ശബ്ദം ഉണ്ടാക്കിയതൊക്കെ ചില ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്തു. വാങ്ങിച്ച ബ്രത്ത് അനലൈസർ കുഴപ്പമുള്ളതായിരുന്നു അല്ലേ? അരുൺ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷ സംഘടനകൾ ഈ ഒരു കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. കാരണം ഈ വാങ്ങിയ മെഷീനുകൾ ഈ ഉപയോഗശൂന്യമാകേണ്ടി വരും എന്നൊരു അവസ്ഥ അവർ നേരത്തെ തന്നെ മുന്നറിയിപ്പായി നൽകിയിരുന്നതാണ്. കാരണം ഒന്നിനും ഗുണമേന്മയില്ല എന്നൊരു കാര്യം ആദ്യഘട്ട പരിശോധനയിൽ തന്നെ തെളിഞ്ഞിരുന്നതാണ്. കാരണം നമുക്കറിയാം, വലിയ തരത്തിൽ ഈ ഡ്രൈവർമാർക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഹോമിയോ മരുന്നടക്കം കഴിച്ച് എത്തുന്നവർ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്ത ആളുകൾക്കടക്കം ഈ ഒരു ബ്രത്ത് അനലൈസർ പരിശോധനയിലൂടെ പരിശോധന നടത്തുമ്പോൾ അതിൽ ഈ മെഷീനിൽ റീഡിംഗ് കാണിച്ചിരുന്നു. പിന്നീട് അത് വലിയ തരത്തിൽ നടപടിയെടുക്കുകയും അത് ഈ ജീവനക്കാർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും പലർക്കും മാറി നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇവരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഈ ഒരു മെഷീനുകൾ അത് ഗുണനിലവാരം കുറവുണ്ട്, ചിലയിടത്തൊക്കെ ഈ മെഷീനുകൾ പ്രവർത്തിക്കുന്നില്ല എന്നൊരു കാര്യം മന്ത്രി തന്നെ സമ്മതിച്ചതുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിട്ടിരുന്ന വാർത്തയാണ്. നിലവിലിപ്പോൾ KSRTCയിൽ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന എവിടെ നടക്കുന്നില്ല എന്നുള്ള കാര്യം ഈ സർക്കാർ തന്നെ അനൌദ്യോഗികമായ ഒരു പരിപാടി നിർത്തുകയാണ് എന്ന തരത്തിൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഓരോ 6 മാസം കൂടുമ്പോൾ ഈ മെഷീനുകൾ കാലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഇനി മെഷീനുകളെല്ലാം കാലിബ്രേറ്റ് ചെയ്ത് ലഭിച്ച ശേഷം വീണ്ടും പരിശോധനകൾ തുടങ്ങാമെന്നൊരു തീരുമാനത്തിലേക്കാണ് മന്ത്രി എത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ KSRTCയിൽ ഈ ഒരു പരിശോധന നടത്തിയതിനു ശേഷമുള്ള ആക്സിഡന്റ് നിരക്കുകൾ വലിയ തരത്തിൽ കുറഞ്ഞിട്ടുണ്ടെന്നൊരു അവകാശവാദം കൂടി മന്ത്രി പറയുന്നുണ്ട്. അതൊരു ഘട്ടത്തിൽ ഒരു വശത്ത് ശരിയുമാണ്. പക്ഷേ എങ്കിലും ഇത്തരത്തിൽ ഈ ജീവനക്കാർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം നടപടി അല്ലെങ്കിൽ കുഴപ്പമില്ല, അതൊരു സാങ്കേതിക തകരാറായിട്ട് നമുക്ക് കണക്കാക്കാം. എത്രയും പെട്ടെന്ന് ആ മെഷീനൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് കഴിയുക. ഊതിപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ല. ചില ആളുകളൊക്കെ അത്യാവശ്യം 2 ഇതൊക്കെ വിട്ടിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. പ്രത്യേകിച്ച് അറിയാലോ നമ്മുടെ അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാര്യത്തിൽ. ബ്രത്ത് അനലൈസർ വന്നതിന് ശേഷം അപകട നിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം. കുറ്റമറ്റ രീതിയിലുള്ള ബ്രത്ത് അനലൈസർ വരണം. എടുക്കുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥന് തന്നെ ഊതാതെ തന്നെ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ.